വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിൽ നിന്ന് വിഭിന്നമായി ഏറ്റവും ആവേശകരമായി ആൾക്കൂട്ടത്തെ ആകർഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മോടൊപ്പം ശൈല ടീച്ചർ തന്നെയുണ്ട്. ടീച്ചറെ, വലിയ ആവേശമാണ്. കേരളത്തിൽ ഒരിടത്തും ഇല്ലാത്ത ജനക്കൂട്ടവും ആരവും ഒച്ചയും ബഹളവും ഒക്കെയാണ് വടകരയിലുള്ളതെന്നാണ് എല്ലാവരും പറയുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു? എല്ലാവിടെയും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടുത്തെ കാണുന്നുള്ളൂ, ഇവിടെ സ്ഥാനാർത്ഥിയായതുകൊണ്ട്. എന്തായാലും വടകരയിൽ നല്ല ആവേശത്തിലാണ്. ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പ്രായമുള്ളവരും എല്ലാം, സ്ത്രീകളുടെ വലിയൊരു ഒഴുക്ക് തന്നെയാണ് എല്ലാ പ്രദേശത്തും ഉള്ളത്. അത് സ്വാഭാവികമായിട്ടും വടകര ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സൂചനയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു സാധാരണ LDF വോട്ട് ചെയ്യുന്നവർ മാത്രമല്ല, ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടെ LDF വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നോട് തന്നെ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇത്തവണ എന്തായാലും ആ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളത്. ഞങ്ങൾക്ക് നാട്ടിലെ ജനങ്ങളോടും പറയാനുള്ളത് അതാണ്. നിങ്ങൾ LDF പ്രതിനിധിയായി എന്നെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കുകയാണെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി അവിടെ സംസാരിക്കാനൊരു അവസരം ഉണ്ടാവും. ഞാൻ MLA ആയിട്ടുണ്ട്, മന്ത്രി ആയിരുന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം തന്നെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ഏറ്റവും എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒറ്റക്കല്ല, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ്, നല്ല ടീം ബിൽഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരു MLA ആകുമ്പോഴുള്ള വർക്കല്ല മന്ത്രിയുടേത്. മന്ത്രി ആകുമ്പോഴുള്ള ആ രീതിയിലുള്ള പ്രവർത്തനമല്ല ഒരു പാർലമെന്റ് മെമ്പർ ആകുമ്പോൾ. പക്ഷേ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ രാജ്യത്തെ ബാധിക്കുന്ന നിയമങ്ങൾ പാസ്സാകുമ്പോൾ അതിനെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഗുണം ചെയ്യുന്നതായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2019 പാസ്സാക്കി. ആ സമയത്ത് തന്നെ ഇടതുപക്ഷം നല്ല വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു, അതിനെ എതിർത്തിരുന്നു. കാരണം നമ്മളിവിടുത്തെ പൗരത്വ രജിസ്ട്രേഷനൊന്നും എതിരല്ല. അതായത് സെൻസസ് നടത്താറുണ്ടല്ലോ സാധാരണ, 2021 സെൻസസ് പെൻഡിങ്ങിലാണ്. ആ സെൻസസ് പോപ്പുലേഷൻ രജിസ്ട്രേഷൻ കൃത്യമായിട്ടുണ്ടായാൽ തന്നെ നമ്മുടെ നാട്ടിലെ ഓരോ മതവിഭാഗങ്ങളുടെ എണ്ണം, അതിലുള്ള ആളുകളുടെ എണ്ണം, പ്രത്യേക ഒരു സംസ്ഥാനത്തുള്ള പൗരന്മാരുടെ എണ്ണം എല്ലാം വ്യക്തമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ പൗരത്വ രജിസ്ട്രേഷൻ കുറ്റമറ്റ രീതിയിൽ നടത്തുകയാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. എന്നാൽ പോപ്പുലേഷൻ രജിസ്ട്രേഷൻ, എന്നാൽ അതിനു പകരം പുതിയ പൗരത്വ രജിസ്ട്രേഷൻ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്, ബില്ല് അമെൻഡ് ചെയ്തുകൊണ്ട്. അതിനകത്തുള്ള ചില പരാമർശങ്ങളാണ് ചില ദുസ്സൂചനകൾ നമുക്ക് നൽകുന്നത്. അപ്പോൾ അമെൻമെന്റ് പറയുന്നത് ഈ നാട്ടിൽ ഇന്ത്യയിൽ എവിടെ നോക്കിയോ ആളുകൾ വന്നിരിക്കുന്നു, പിന്നെ വെളിയിൽ നിന്നൊക്കെ. അങ്ങനെ വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കും. പക്ഷേ ഒരു മതത്തിനെ മാത്രമേ അതിനകത്ത് കാണാനില്ല, ബാക്കി എല്ലാ മതങ്ങൾക്കും കൊടുക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഈ നാട്ടിൽ ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, സിഖ് ഉണ്ട്, പാഴ്സി ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഇവർക്കെല്ലാം പൗരത്വം നിർബന്ധമാണ്. മാത്രമല്ല നമ്മൾ പറയുന്നത് ഇവർക്കെല്ലാം ഒരേ അവകാശമാണെന്നാണ് ഭരണഘടനയിൽ. ഇനി വെളിയിൽ നിന്ന് വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ അതിന് നിയമമുണ്ടല്ലോ. ഇവിടെ താമസിച്ച് ഇവിടുത്തെ പൗരന്മാരായിട്ട് മാറുകയാണ്. അത് ഏത് രാജ്യത്തിലും അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോഴെങ്ങനെയാണ് ഹിന്ദുവിന് കൊടുക്കാം, ക്രിസ്ത്യാനിക്ക് കൊടുക്കാം, സിഖിന് കൊടുക്കാം, പാഴ്സിക്ക് കൊടുക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു വിഭാഗത്തെ മാത്രം എങ്ങനെയാണ് ഒഴിവാക്കുക? അതൊരു ദുസ്സൂചനയാണ്. അത് ഈ രാജ്യത്തെ വിഭജിക്കുന്ന തന്ത്രമാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് ചിലപ്പോൾ തമാശക്ക് ആളുകൾ പറയാറുണ്ട്, ഇന്ന് പുല്ലിൽ പെയ്തത് നാളെ നെല്ലിൽ പെയ്യും എന്നുള്ളത്. അപ്പോൾ അതാണ് കാണുന്നത്. ഇപ്പം ആസാമിൽ പൗരത്വ രജിസ്ട്രേഷൻ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല ഒഴിവായി പോയത്, ദളിത് ഹിന്ദുക്കൾ, സാധാരണക്കാരെ ഈ രജിസ്ട്രേഷൻ ഒന്ന് ഒഴിവാക്കുകയാണ്. അവർ ഒന്നിച്ച് സമരം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട്. അങ്ങനെ ഒഴിവായാൽ റേഷൻ കാർഡ് ഉണ്ടാവില്ല, മറ്റ് ആനുകൂല്യങ്ങൾ ഉണ്ടാവില്ല. ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനത, ആ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യർ ആ രാജ്യത്തെ പൗരന്മാരല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക? അതുകൊണ്ട് ഇത് അല്പം ഒരു അപകടകരമായ കളിയാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് UDF സമീപനം എന്താ? ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്ത സമയമായതുകൊണ്ട് ചട്ടങ്ങൾ വന്നപ്പോൾ, ഈ CAയുടെ ചട്ടങ്ങൾ വന്നപ്പോൾ ഇപ്പൊ ഒരു പ്രകടനമൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. നമ്മളാരെങ്കിലും കാണിക്കാനോ ഒരു വോട്ട് കിട്ടാനോ നടത്തുന്നതല്ലത്. ഇപ്പൊ 2019 തന്നെ അമെൻമെന്റ് ആക്ട് അപകടത്തിലേക്കുള്ള പോക്കാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇടതുപക്ഷം പ്രതിഷേധിച്ചിരുന്നു. ഇവിടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് പ്രതിഷേധിച്ചു. നിയമപരമായ നടപടികൾക്ക് എന്താ സാധ്യതയെന്ന് ഞങ്ങൾ ആരാഞ്ഞു, അത് സ്വീകരിക്കാൻ തയ്യാറായി. ഇപ്പോൾ വീണ്ടും ശക്തമായിട്ട് CAA അത് ശരിയല്ല, അത് ഡിവിഷൻ ഉണ്ടാക്കുന്നതാണ് എന്ന് കാണിച്ചതുകൊണ്ട് വലിയ പ്രകടനങ്ങളും റാലികളും നടക്കുന്നു. ഇന്നലെ ഞാൻ നാദാപുരത്ത്
അത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ജനങ്ങളുടെ ഭയവും ഉത്കണ്ഠയും അതുണ്ട്. അതിൽ ഏതെങ്കിലും മതക്കാർ മാത്രമല്ല, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഒന്നിച്ചണഞ്ഞിരുന്ന ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് ഞങ്ങളെ വേർതിരിക്കാൻ ആർക്കും അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന രാജ്യസ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു മഹാറാലിയാണ് നടന്നത്. അതിനു മുമ്പ് പലയിടത്തും പേരാമ്പ്രയും ആയഞ്ചേരിയും ഒക്കെ നടന്നിരുന്നു. അപ്പോൾ ജനങ്ങൾ ചിന്തിക്കണം, നമുക്ക് നഷ്ടപ്പെട്ട മറ്റൊരവസരമില്ല. ഇപ്പോഴാണ് മതേതരത്വം സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ നമ്മുടെ കയ്യിലുള്ള അവസരം ഉപയോഗിക്കാൻ സാധിക്കുക. ഞങ്ങളതുകൊണ്ടാണ് പറയുന്നത്, വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർമാരോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. പാർലമെൻറ്റിലെത്തിയാൽ ഏതെങ്കിലും ഒരു മതത്തിനു വേണ്ടി വാദിക്കാനല്ല, ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി നമ്മളൊന്നാണ് എന്ന് പറയാൻ ഈ നാടിൻ്റെ നാക്കായി എൻ്റെ നാക്കവിടെ ഉയരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ. അപ്പോൾ അതാണ് ചോദിക്കുന്നത്. നിങ്ങൾ വേറെ എന്തോ കക്ഷി രാഷ്ട്രീയം എന്തോ ആവട്ടെ, നിങ്ങളൊരു വോട്ട് തരും, വിജയിപ്പിക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു, ഓരോ സ്ഥാനത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് അത് ഒരു പാർലമെൻറ്റ് മെമ്പർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഈ വടകര എന്ന് പറയുന്നത് കാർഷിക പ്രാധാന്യമുള്ളൊരു മണ്ഡലമാണ്. ഇപ്പോൾ കുറ്റ്യാടി മേഖലയിലൊക്കെ വലിയ തോതിൽ കാർഷിക സാധ്യതയുള്ള പ്രദേശമാണ്. ഇപ്പോൾ എനിക്ക് ചോദിച്ച ഉടനെ കേന്ദ്ര ഗവൺമെൻറ് എല്ലാം തരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ അവിടെ എത്തിക്കാൻ സാധിക്കും. കൃഷിക്കാർക്ക് വേണ്ടി പദ്ധതികൾ ഉണ്ടാക്കി സമർപ്പിച്ച് ജനങ്ങളെ അണിനിരത്തി ചോദിക്കാലോ, ഞങ്ങൾക്കിത് വേണമെന്നുള്ളത്. അവരെ സംരക്ഷിക്കാനുള്ള താങ്ങുവില നിശ്ചയിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ കൃഷി നശിപ്പിക്കപ്പെട്ടാലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്ന കാര്യത്തിലൊക്കെ ഇങ്ങനെയല്ല കേന്ദ്രം തരേണ്ടത്. നമുക്ക് കുറേയും കൂടി സഹായം കേന്ദ്ര ഗവൺമെൻറ് തന്നേ മതിയാവുള്ളൂ. അതിനുവേണ്ടി കൃഷിക്കാരോടൊപ്പം നിന്ന് അവരുടെ പ്രതിനിധിയായിട്ട് പോരാടാൻ ഞാനുണ്ടാവും. പിന്നെ വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. അത് ആരാ പരിഹരിക്കേണ്ടത്? കേരളത്തിലെ ഗവൺമെൻറ് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ റവന്യൂ വരുമാനം എത്രയാണ്? നമ്മുടെ ടാക്സ് സെൻട്രലിലേക്ക് പോയിട്ട് അവിടുന്ന് വിഹിതം തരികയാണ്. ആ ടാക്സ് 50% വിഹിതം തന്നാലേ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. 50 പോയിട്ട് 14-ാം 15-ാം ധനകാര്യ കമ്മീഷൻ രണ്ടും പറഞ്ഞിട്ടുള്ള 42% പോലും തരുന്നില്ലല്ലോ. 30% എന്ന് പറയുക, 27% തരിക, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതം പിടിച്ചു വെക്കുക. ഇതെല്ലാം കൂടി കഴിഞ്ഞ 3 വർഷം 57,000 കോടി കിട്ടാനുണ്ട്. അപ്പോൾ UDFന്റെ MLA-മാർ അസംബ്ലിയിൽ എന്തൊരു വർത്തമാനം അവർ പറഞ്ഞത്. അവർ പറഞ്ഞു 57,000 ഒന്നും തരാനില്ല, ഇവർ തരാനുണ്ടെന്നല്ലല്ലോ പറഞ്ഞത്, കേന്ദ്ര ഗവൺമെന്റ് തരാനുണ്ടെന്നല്ലേ. 57,000 കോടി ഒന്നും തരാനില്ല, 3,000 കോടി താഴെയേ ഉള്ളൂ. അത്രയും സമ്മതിച്ചല്ലോ, 3,000 കോടി താഴെ തരാനുണ്ട്. പക്ഷേ 57,000 കോടി എങ്ങനെ തരാനുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ടാക്സ് ഷെയർ മാത്രമല്ല, നമുക്ക് കടമെടുപ്പിന്റെ പരിധി കുറച്ചപ്പോൾ വന്നിട്ടുള്ള ഷോർട്ടേജ് ഉണ്ട്. അതുപോലെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നേരത്തെ 100% കേന്ദ്രത്തിന്റെ തുക, പിന്നെ അത് 80-20 ആക്കി. 80% കേന്ദ്രവും 20% സംസ്ഥാനം. പിന്നെ അത് വെട്ടിക്കുറച്ച് 60-40 ആക്കി. ഇപ്പോൾ വെട്ടിക്കുറച്ചിട്ട് 75-25 ആക്കി ചിലത്. എന്ന് വെച്ചാൽ 75% സംസ്ഥാനം, 25% കേന്ദ്രം. അപ്പോൾ അതിലെല്ലാം വന്നിട്ടുള്ള കുറവ് എങ്ങനെ നികത്തും? 2 മഹാപ്രളയങ്ങൾ വന്നല്ലോ 2018-ലും 19-ലും. 60,000 കോടിയിലേറെ നാശനഷ്ടം. നമ്മുടെ ഫെഡറൽ ജനാധിപത്യം അനുസരിച്ച് അപ്രതീക്ഷിതമായിട്ടൊരു സംസ്ഥാനത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ മുഴുവൻ ചെലവും കേന്ദ്ര ഗവൺമെൻറ് വെച്ച് തരണം. ഈ അങ്ങോട്ട് പിടിച്ചെടുക്കുന്ന കാശ് അവിടെ സ്റ്റോക്ക് ഉണ്ടല്ലോ, ആ പണത്തിൽ നിന്ന് അത് നീന്തി കയറാനുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് റീഹാബിലിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് തരണം. പോട്ടെ, 60,000 കോടി പോകട്ടെ, ഒരു 1,000 കോടി നിങ്ങൾക്ക് തരായിരുന്നില്ലേ? അത് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം പറയാൻ അവിടെ കഴിയണ്ടേ? UDFന്റെ MP-മാർ എന്താ ചെയ്ത്? അത്രയൊന്നും തരാനില്ല എന്ന് പറഞ്ഞ് ഇവർ നടക്കുമ്പോൾ ഈ താഴെ പെൻഷൻ കിട്ടാനുള്ള മനുഷ്യരില്ലേ? 5 മാസം കുടിശ്ശികയായി പോയല്ലോ. എന്ത് സാഹസികമായിട്ടാണ് ഞങ്ങൾ ആ പെൻഷൻ പുനഃസ്ഥാപിക്കുന്നത്. ഇത് കിട്ടിയിരുന്നെങ്കിൽ പെൻഷൻ നമുക്ക് കൊടുത്തൂടെ? യാതൊരു തടസ്സവും ഇല്ലാണ്ടേ. ഞങ്ങൾ ഇടതുപക്ഷം ഉള്ളപ്പോഴാണ് പല പെൻഷനും കൊണ്ടുവന്നത്, വർദ്ധിപ്പിച്ചതും അതെ. 65 രൂപയെ തുടങ്ങിയിട്ട് 1,600 രൂപയാക്കിയില്ലേ? ആ പെൻഷൻ ഇടതടവില്ലാതെ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവരല്ലേ ഞങ്ങൾ. അത് കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ അപ്പുറത്ത് ആങ്ങളെ എത്താനും വേണ്ടൂല അല്ലേ? നാത്തൂൻ്റെ കണ്ണീര് കാണാനല്ലോ. കൊടുക്കാതിരിക്കുന്നവൻ്റെ കൈയടിക്കുകയാണേ, കൊടുക്കാൻ കഴിയരുതെന്ന് പറയുകയാണേ. അതൊരു മനുഷ്യത്വപൂർണ്ണമായിട്ടുള്ള സമീപനം അല്ലല്ലോ. ഡൽഹിയിൽ സമരത്തിന് പോകുമ്പോൾ ഞങ്ങൾ വിളിച്ചില്ലേ, ഞങ്ങളുടെ വിഹിതം തരണം എന്ന് പറയാൻ പോകുമ്പോൾ നിങ്ങളും നമ്മൾ ഒരുമിച്ച് പറഞ്ഞാലേ അതിനൊരു ശക്തി ഉണ്ടാവും. നോക്കൂ, പെൻഷൻ മുടങ്ങിപ്പോകുന്നു,
മറ്റ് ആശുപത്രിയിൽ മരുന്നെത്തിക്കേണ്ടതായിട്ടുണ്ട്, ശമ്പളം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന തീയതിക്ക് ഡൽഹിയിൽ നമ്മൾ സമരം വെക്കാമെന്ന് പറഞ്ഞില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി? എന്താ ഈ പ്രതിപക്ഷം വരാതിരുന്നത്? ഞങ്ങൾ സമരത്തിനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നതിന് തലേത്തെ ദിവസം കർണാടക കോൺഗ്രസിന്റെ ഗവൺമെന്റ് വന്നിട്ട് അവിടെ സമരം ചെയ്തു. ആ കർണാടക സമരത്തിനകത്ത് സിദ്ധാരാമയ്യയും DK ദേവകുമാറും പറഞ്ഞു, പിന്നെ നാളെ കേരളം സമരം നടത്തുന്നുണ്ട്, ഞങ്ങൾ കേരളത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. പിന്നെ ഇവർക്കാണോ ഇവിടെ മടി? എന്താ ഇവര് കേരളത്തിലെ കോൺഗ്രസിന്റെ UDFന്റെ സമീപനം ജനങ്ങൾ ആലോചിക്കേണ്ടതാണ്. അവർ ഈ നാടിനു വേണ്ടിയാണോ നിൽക്കുന്നത്, തൽക്കാലം പകപോക്കലാണോ എന്നുള്ളത്. അപ്പോൾ അത് ഒരുപാട് ആളുകൾ കോൺഗ്രസിനകത്തും മുസ്ലിം ലീഗിനകത്തും എല്ലാം ഉള്ള ആളുകൾ, UDFനകത്തുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം. അവര് നാടിനു വേണ്ടി ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ ചിന്തിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടൊന്നും ഇവരോട് ആരോടും ഒരു വെറുപ്പും ഇല്ലല്ലോ. ഈ സംസ്ഥാനത്തിന്റെ നിലനിൽപ്പും ഇവിടുത്തെ യുവാക്കളുടെ ഭാവിയും ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം ടീച്ചറെ വ്യക്തിപരമായി ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, അതെ. മുമ്പ് ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു അവിടെ ഇവിടെയും ചെറുങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് ഞാൻ 5 വർഷം മന്ത്രിയായിരുന്നിട്ട് എനിക്ക് ഈ നാട്ടിൽ ആരുടെ മുമ്പാകെയും തല നിവർത്ത് നിന്ന് പറയാൻ സാധിക്കും 5 പൈസയുടെ അഴിമതി കാണിക്കാതെ ആരോഗ്യവകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത്. മാത്രമല്ല ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു ആരോഗ്യവകുപ്പിന് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൻ പുറത്തെ PHC ഉച്ചവരെ ആളുണ്ടായിരുന്നല്ലോ അവിടെ. അതാണ് പ്രാഥമികാരോഗ്യ രംഗം വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം വരെ ആക്കിയത്. 3 ഡോക്ടർ, ഒരു ഡോക്ടർക്ക് പകരം 3 ഡോക്ടറെ കൊടുത്തു. PHCകളിൽ ലാബ് ആദ്യമായിട്ട് തുടങ്ങി. നാട്ടിൻപുറത്ത് തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് ലാബ് തുടങ്ങി. ഒബ്സർവേഷൻ റൂം, ആശുപത്രിന്റെ കെട്ടുമുട്ടും മാറിയില്ല. മുന്നിൽ ഗാർഡനും അകത്ത് റിസപ്ഷനും ഒക്കെ ആയിട്ട് എന്തൊരു മാറ്റം ഉണ്ടായത്. പൂർണ്ണമായി മാറിക്കഴിഞ്ഞിട്ടില്ല, 5 കൊല്ലം കൊണ്ട് പറ്റില്ലല്ലോ. അതിനിടയ്ക്ക് ഈ കോവിഡ് നിപ്പയെല്ലാം നമ്മുടെ സമയം അപഹരിച്ചില്ലേ. ഇപ്പം 2ാം പിണറായി സർക്കാർ തുടരുകയാണ്. എല്ലാ ആശുപത്രിയുടെയും നിർമ്മാണം നടക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. ഇവിടെ പേരാമ്പ്ര, അതുപോലെ നമ്മുടെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി, അവിടെയെല്ലാം മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് പണം പാസ്സായി അതിന്റെ ഓരോ ഭാഗമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമുക്കിത് കാണാൻ കഴിയും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്ര കോടികളുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് ഞങ്ങളായിട്ട് വേറെ പറയേണ്ടതില്ലല്ലോ. അപ്പം ജനങ്ങൾക്കത് മനസ്സിലാവുമെന്നുള്ളതാണ്. ആ വികസന പ്രവർത്തനങ്ങൾ എല്ലാം മുൻനിർത്തിയും ജനങ്ങൾ അത് ഞാൻ ഒറ്റക്കൊന്നും ചെയ്തിട്ടില്ല. നല്ല ടീം വർക്കാണ്. ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ച് ചെയ്യാൻ ശ്രമിച്ചു എന്നത് വസ്തുതയാണ്. പിന്നെ വലിയ ആളുകൾ ഭയപ്പെടുന്ന അവസരങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഭയക്കേണ്ടതില്ല, ഞങ്ങളുണ്ട്. ഇപ്പോൾ ഓക്സിജൻ കിട്ടാതെ ഒരു രോഗി പോലും കേരളത്തിൽ മരിച്ചില്ല എന്ന് പറഞ്ഞല്ലോ കോവിഡ് വന്നപ്പോൾ. ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, പക്ഷെ മരണസംഖ്യ വളരെ കുറവാണ്. 2020 വലിയ അത്ഭുതമായിരുന്നു കേരളം. അല്ലിപ്പോൾ കോൺഗ്രസ് അതും ആരോപിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും മരണം ഉണ്ടായ മഹാരാഷ്ട്ര കഴിഞ്ഞാലുള്ള സംസ്ഥാനം കേരളമാണ് എന്നാണ്. ഒരു ഊതി വെച്ച ബലൂൺ പോലെയായിരുന്നു കേരളത്തിലെ കോവിഡ് പ്രതിരോധം എന്നാണ് അവർ ഇപ്പോൾ ഊതി വീർപ്പിച്ച ബലൂണിന്റെ കഥ പറയുന്നത് നോക്കണം. 2021 ജനുവരി വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഫെബ്രുവരി ഇലക്ഷൻ പ്രഖ്യാപിച്ചു വന്നു. ആ 2020 ലോകമാകെ പരിശോധിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ പോലെ തന്നെ അമേരിക്കയിലെ ന്യൂയോർക്ക് പറയാം, അമേരിക്കയുടെ ഒരു സംസ്ഥാനമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ 100,000-ലേറെ മരണം ഉണ്ടാകുമ്പോൾ ഇവിടെ 5000-ൽ താഴെയാണ്. ഇവിടെ മരണം മറച്ചു വെക്കാൻ പറ്റുമോ? അന്നും ചില കോൺഗ്രസ്സുകാർ വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർക്ക് നമ്മുടെ ഈ പരിശ്രമം കൊണ്ട് ഇങ്ങനെ റിസൾട്ട് ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അന്ന് ഒരു എക്സസ് ഡെത്ത് അനാലിസിസ് നടത്തി. അതായത് ആകെ മരണങ്ങൾ 2019 ആകെ മരണങ്ങൾ, കോവിഡ് വർഷത്തിലെ ആകെ മരണങ്ങൾ. അങ്ങനെ 2019 കോവിഡ് വർഷത്തിൽ ആകെ മരണത്തിൽ കുറവുണ്ടായ ലോകത്തിലെ 6 ഇടങ്ങളിൽ ഒന്ന് കേരളമായിരുന്നു. ഇന്ത്യയല്ല, കേരളമായിരുന്നു എന്നുള്ളതാണ്. നമ്മളല്ല കണക്കെടുക്കുന്നത്. അതാണ് വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. എങ്ങനെ സാധിച്ചു? കോവിഡ് വർഷത്തിൽ മരണം കൂടുകയല്ലേ വേണ്ടേ? പിന്നെ കേരളത്തിൽ എങ്ങനെ മരണം മറച്ചു വെക്കുക? ഇവിടെ ഇല്ലെങ്കിൽ അപ്പുറം പോയി ചേരും. ഡെത്ത് രജിസ്ട്രേഷൻ 100% ഇവിടെ കേട്ടില്ല. ആളുകൾക്ക് നാളെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. ഇവിടെ ഗംഗയിൽ കൊണ്ടുപോയിട്ട് എറിയാനൊന്നും പറ്റൂല. ഇവിടെ ആളുകളെ പരസ്യമായിട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും രീതി അനുസരിച്ച് അടക്കം ചെയ്യണം. അത് രജിസ്റ്റർ ചെയ്യും. മരണം പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഡെത്ത് രജിസ്ട്രേഷൻ ഒരു പഞ്ചായത്ത് ശ്രദ്ധിക്കും. കുടുംബങ്ങൾ ഡെത്ത് റിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് കേരളത്തിൽ മരണമൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെ ആരോഗ്യവകുപ്പിന്റെ കണക്കല്ല, ഡെത്ത് രജിസ്ട്രേഷന്റെ കണക്കെടുക്കുമ്പോഴാണ് 19 28,000 മരണം 2020 കുറഞ്ഞത്. ഈ കണക്കൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ അഭിനന്ദിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യും. ഞങ്ങൾ എടുത്തു കൊടുക്കുന്ന കണക്കൊന്നുമില്ല. മരണം മറച്ചു വെച്ചേ എന്ന് പറഞ്ഞിട്ട് ബഹളാണ്. അപ്പോൾ അതാണ് ഉണ്ടായത്. പിന്നെ 2021 ശേഷം
പിന്നെ ഈ നമ്മൾ അസംബ്ലി ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി നമ്മൾ മിങ്കിൾഡായി. പിന്നെ ഈ ചിട്ട കുറച്ച് നാളത്തേക്ക് നമുക്ക് ഇലക്ഷന്റെ സമയത്ത് പാലിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല മാനദണ്ഡത്തിൽ ചില മാറ്റം വരുത്തിയപ്പോൾ കോവിഡ് വന്നതിന് ശേഷം കുറെ കഴിഞ്ഞിട്ട് മരിച്ചാലും അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നൊരു ഇത്. എന്നിട്ടും കേരളത്തിൽ മരണനിരക്ക് കുറവാണ്. ഏറ്റവും ബീഹാറിലെ മരണ രജിസ്ട്രേഷൻ 31%, ഡെത്ത് രജിസ്ട്രേഷൻ. ആകെ മരിച്ച 100 ആൾ മരിച്ചാൽ 31 ആളെ രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ മരണത്തിന്റെ എങ്ങനെ ഇവിടുത്തെ മരണമായിട്ട് താരതമ്യപ്പെടുത്തുക? അപ്പോൾ കേരളത്തിന്റെ ഒരു സ്ഥിതി അറിയാതെ അങ്ങനെ അതെന്തോ ബാധിച്ചോട്ടെ, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ആ വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ആളുകൾ അനുഭവിച്ചിട്ടുള്ള ആശ്വാസം അവരുടെ മനസ്സിലുണ്ടല്ലോ. ഇപ്പോൾ ഓക്സിജൻ മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് നമുക്ക് എത്ര ഓക്സിജൻ വേണം, ഇപ്പം എത്രയുണ്ട് വരുന്നതിന് മുമ്പെയാണ്. ഒരു തവണ കേന്ദ്രമന്ത്രി ഇവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു എല്ലാവരും വന്നു കഴിഞ്ഞിട്ടാണ് ഇടപെടുക. എന്നെ നിർത്തിയിട്ടാണ് മീഡിയയോട് പറഞ്ഞത്. ഇവിടെ നേരത്തെ തന്നെ പ്രൊഫിലാക്സിസ് സ്വീകരിച്ചു എലിപ്പനി വരാതിരിക്കാനുള്ള. അപ്പോൾ അതുപോലെ ഭാവിയിൽ ഇത്ര കേസ് വന്നാൽ ഓക്സിജൻ ഇത്ര വേണ്ടിവരുമല്ലോ. ഓക്സിജൻ ഉണ്ടോ? ഞങ്ങളെല്ലാവരും വിളിച്ചിരുത്തി പറഞ്ഞു. അപ്പോൾ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. വളരെ പെട്ടെന്ന് ചില പ്ലാന്റുകൾ പൂർത്തിയാക്കി ഓക്സിജൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പണിയെടുത്തിട്ടാണ്. എന്നിട്ട് ഇവർ ഈ നിപ്പ റാണിയെന്നും കോവിഡ് കള്ളിന്നും ഒക്കെ വിളിക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവാറുണ്ടോ? രാഷ്ട്രീയത്തിനപ്പുറം ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ട് ഇവരുടെ എല്ലാ നാക്കിലുള്ള ഈ വൃത്തികെട്ട വാക്കുകൾ കേൾക്കാൻ ഇടയാകുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ലോകത്തിൽ എല്ലാ മനുഷ്യരും നന്നാവണമെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചാൽ സാധിക്കൂലല്ലോ. മനുഷ്യത്വമില്ലാത്ത കുറെ ആളുകൾ ഇതിനകത്ത് ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെ മോശക്കാരൊന്നുമല്ല. അന്ന് കോവിഡ് റാണി നിപ്പ രാജകുമാരി എന്നെല്ലാം പറഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ തന്നെ ചിലരെന്നെ വിളിച്ചിരുന്നു, ടീച്ചർ വിഷമിക്കണ്ട, അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായമൊന്നും അല്ല അതെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു സൈബർ സംഘത്തെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇലക്ഷനെ നേരിടാൻ. ഇലക്ഷനിൽ ഞങ്ങൾ പറയുന്നത് പോലെ നാടിന്റെ രാഷ്ട്രീയം പറയൂ, വികസനം പറയൂ, അതില്ല. അതിന് പകരം എന്തൊക്കെയോ വൃത്തികെട്ട വാക്കുകളൊക്കെ ചേർത്ത് മോർഫ് ചെയ്തിട്ട് ഞാൻ ഇംഗ്ലീഷ് ഞാനിപ്പോൾ ഒരു ഇംഗ്ലീഷുകാരിയൊന്നുമല്ല, പക്ഷേ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ NDTVയും ഗാർഡിയനും ഒക്കെ എൻ്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ എഴുതി തയ്യാറാക്കിയ കാര്യമല്ല, അവരുടെ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ സാധാരണ എഴുതി തയ്യാറാക്കിയ പ്രസംഗം നമ്മൾ പറയും, പക്ഷേ അവരുടെ ഇന്റർവ്യൂവിൽ അവർ ചോദിക്കുന്നതിനല്ലേ മറുപടി പറയേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതി വെച്ചത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ആരെങ്കിലും കേട്ട് നോക്കിയാൽ അറിയാം. ഞാൻ വലിയ ഇംഗ്ലീഷ് പ്രതിഭയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഒരു ഇംഗ്ലീഷ് പ്രസംഗത്തിൽ നമ്മൾ സാധാരണ പറയുമ്പോൾ ദി എന്ന് പറഞ്ഞിട്ടൊന്ന് ആലോചിച്ചിട്ട് ദി എന്ന് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ശൈലിയിൽ ദി എന്ന് പറയും. അതിൻ്റെ അപ്പുറത്തെ വാക്കുണ്ട് വരുന്നുണ്ട്. എന്നാൽ ആ പ്രസംഗം കട്ട് ചെയ്തെടുത്തിട്ട് ആ ദി എന്നുള്ളത് ഒരു 5-6 പ്രാവശ്യം ദി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല എന്ന് കാണിക്കുന്ന രീതിയിൽ ഇതാർക്കാ മനസ്സിലാവാത്തത്? ഇത്ര വില കുറഞ്ഞ തരം താണ പ്രചരണ രീതി പിന്തുടരുന്നത് അവരുടെ പാർട്ടിക്കകത്ത് തന്നെയുള്ള അവർക്ക് മനസ്സിലാവുകയെ. ചിലരെങ്കിലും പറയുന്നുണ്ട് മോശമായിപ്പോയി എന്നുള്ളത്. അപ്പം അത് മനസ്സിലാക്കണം. അങ്ങനെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചാൽ അത് ബൂമറാങ്ങായിട്ട് വരും. അത് അവർക്ക് തന്നെ എതിരായിട്ട് വരുവുള്ളൂ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, അവർ ഏത് പാർട്ടിക്കാരായാലും അവരോട് പറയുന്നത് ഇത്ര വില കുറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കാൻ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അവരെ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നിയമപരമായിട്ടുള്ള പരാതി കൊടുത്തു കഴിഞ്ഞല്ലേ? പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും വളരെ തിരക്ക് പിടിച്ച ദിവസത്തിലാണ് നമ്മോട് ഇത്രയധികം സംസാരിച്ചത്. വലിയ ആവേശം തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രകടമാണ്. വലിയ ആളുകളുടെ പങ്കാളിത്തം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ട്. നാദാപുരത്തൊക്കെ ആയിരങ്ങൾ പങ്കെടുത്ത നൈറ്റ് മാർച്ചും മറ്റുമൊക്കെ നടന്നു. എന്തായാലും വളരെ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ടീച്ചർ മുന്നോട്ട് പോവുകയാണ്.